ഗായ്സ് അങ്ങനെ ഇന്ന് നമ്മളെ ക്ലാസ് തീരുന്ന ദിവസം. ഹലോ ഗായ്സ്, ബ്രെഡ് വെക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നല്ല ഐസ്ക്രീം നോക്കിയെടുക്കും. നിന്റെ വീഡിയോയിൽ വന്നിട്ടില്ല. ഗായ്സ് അങ്ങനെ ഇന്ന് നമ്മളെ ക്ലാസ് തീരുന്ന ദിവസം. അപ്പൊ ഇന്ന് തീരുന്ന ദിവസം എന്റെ ക്ലാസ്സിൽ നമ്മള് അപ്പൊ തിയറിയാണ് ലാസ്റ്റ് ദിവസമായിട്ട് പഠിക്കുന്നത്. അപ്പം തിയറി ആയതുകൊണ്ട് സാറ് കുറച്ച് ടൈം പോകാൻ വേണ്ടി കുറച്ച് ഗെയിം പരിപാടിയൊക്കെ കളിക്കും. അപ്പം 3 സെക്ഷൻ ആയിട്ടിരിക്കുന്നവർക്ക് 3 പേർക്ക് 3 ഡേറ്റ് വെക്കും. അപ്പം അതിൽ ജയിച്ചവർക്ക് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി വന്നത്. പക്ഷെ തോറ്റവർ വിട്ടു കൊടുത്തില്ല. അങ്ങനെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി നേരെ QRസിലോട്ട് പോകണം. അതായത് 65 പേർക്ക് ഐസ്ക്രീം വാങ്ങുന്നുണ്ട്. നേരെ QRസിൽ പോകുന്നു, 65 പേർക്ക് ഐസ്ക്രീം വാങ്ങുന്നു. പിന്നെ ഇന്ന് ലാസ്റ്റ് ഡേ ആയിട്ട് കേക്ക് വാങ്ങുന്നുണ്ട്. 2 കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ സാറിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. നേരെ QRസിൽ ഐസ്ക്രീം വാങ്ങണം. QRസ് ഇവിടെ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് നേരെ പോകണം. ഞാൻ വീഡിയോ എടുത്തു നല്ല ഐസ്ക്രീം നോക്കിയെടുക്കും. അവിടെ എല്ലാം ഇതാ തുറക്കല്ല. ആരും നിന്റെ ഐ അതുകൊണ്ട് വലിയ റേറ്റ് മതി. ഫോട്ടോ 5 കോൺ ഐസ്ക്രീം വാങ്ങിച്ച് മൊത്തം വാഷ് ഔട്ട് ചെയ്ത് ഇവിടെ ഐസ്ക്രീം നോക്കി നോക്കാം. അമ്മൂള്ളു റേറ്റ് ലിസ്റ്റ് നോക്കിയിട്ട് എത്ര അവർക്ക് നോക്കിയിട്ട് വാങ്ങിച്ചെടുക്കാം. ഒരു 65 കോൺ വേണം. സഞ്ജയ് മിക്സ് ചെയ്ത് മതി. അല്ല മിക്സ് ചെയ്ത് മതി. അല്ല അത് കുഴപ്പമില്ല, മിക്സ് മതി. എന്നാലും ഒരേ ഫ്ലേവർ വേണ്ട, മിക്സ് മതി. ബെറ്റർ. 65 കോണുകളാണ് ഓരോരുത്തർക്ക് അതിന് മൊത്തം കിട്ടി. ബ്രോ ഇത് ഒന്നും കൂടെ എടുത്തിട്ടുണ്ട്. 15 ഉണ്ടാകും. രണ്ടായിരത്തി നമ്പർ എത്രയാണ്? Transaction approved. Received 2,310 rupees. ഐസ്ക്രീം മൊത്തം വാങ്ങിച്ചു കഴിഞ്ഞാൽ നേരെ പോകുന്നു. ഗായ്സ് ഇത് എൻ്റെ പൈസയ്ക്ക് നമ്മുടെ 10,000 പൈസക്ക് വാങ്ങിച്ചല്ലേ, സാറ് തന്നെ വാങ്ങിച്ചു തന്നെയാണ്. അപ്പം 65 ഐസ്ക്രീം വാങ്ങിച്ചാൽ 65 കോൺ ഐസ്ക്രീം, അമ്മൂൻ്റെ കോൺ ഐസ്ക്രീം വാങ്ങിച്ചു. പല ഫ്ലേവർ, ചോക്ലേറ്റ്, സ്ട്രോബെറി, ബട്ടർ സ്കോച്ച്, പിന്നെ വേറെ ഏതൊന്നും കൂടെ ഉണ്ട്. ഇപ്പം എല്ലാം കൂടെ കൊണ്ട് ക്ലാസ്സിൽ കൊണ്ടു കൊടുക്കാം. ഓൾറെഡി ഇപ്പം ക്ലാസ്സിൽ കേക്ക് എത്തിക്കാണ്. ചോക്ലേറ്റ് ഉണ്ട്. ഒരു പെട്ടി ചോക്ലേറ്റ് ഉണ്ട്. വേണോ കേക്ക് വേണോ? ഗായ്സ് അങ്ങനെ സാറിന് പറ്റി കേക്ക് ഉണ്ട്. എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. ഒന്നില്ലേ? അല്ല സാറിന്റെ കാർഡ് തന്നെ. എന്റെ കാർഡ് എനിക്ക് മനസ്സിലായി.
വന്നിട്ട് കാർഡ് തന്നിട്ടുണ്ടെങ്കിൽ വേണോ? എല്ലാ ഫ്ലേവറും ഉണ്ട്. അപ്പൊ എല്ലാരും പഠിക്കുമല്ലോ, ശരിയല്ലേ? अब है सामने इसे छू जरा मर जाऊं जरा खुशियाँ ഏതൊക്കെയോ ഉണ്ട്. സ്ട്രോബെറി ഉണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്, വാനില ഉണ്ട്. പിന്നെ എഡിറ്റ് ചെയ്യണം. ഇത് ഇന്നത്തെ ദിവസം പഠിപ്പിച്ചാൽ പോയി പഠിക്കണം. ഇത് എപ്പോഴും വീഡിയോ എടുക്കും. എല്ലാം എടുത്തു വയ്ക്കും. ഫ്രീ ആയിട്ട് യൂട്യൂബ് ഇത്ര മെമ്മറി സ്റ്റോറേജ് കിടക്കണേ. അപ്ലോഡ് ചെയ്താൽ കിട്ടാൻ പോരെ. കഴിക്കില്ലേ? സാറിന് മെസ്സേജ് വിടാം. അതാ ലാസ്റ്റ് ബെഞ്ചില് അവന്മാര് കഴിക്കുക. ആരാ നീ? ഫാക്കൽറ്റിമാർ നമ്മൾ ആരും അറിഞ്ഞില്ല. എന്താണ് ഇത്? ഈ ഷെഫീക്ക് പോലെ ഹാർട്ട് എന്തിനായിരുന്നു കേക്കില്? ഏത് പെണ്ണാണ് നിങ്ങൾക്ക് കേക്ക് അയച്ചത്? എടാ എല്ലാവരും ബാക്കി വേണോ? ഷെഫീക്ക് പിന്നെ
ഓ സൗണ്ട് ഒട്ടും ഇല്ല പാവം വിളിച്ചു. ആ മാറ്റി. അപ്പൊ ചെയ്യല്ലേ അല്ലേ? ഞാനായിട്ട് എടുക്കാറൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ഒരു എന്നെ കൊണ്ടൊക്കെ എടുക്കാറൊക്കെ ചാൻസ് ഭയങ്കര കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇനിയും മലബാർന്ന് ഫാക്കൽറ്റീസ് ഇങ്ങോട്ടൊക്കെ വരാനുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഭാഷ എന്തായാലും മാറ്റിയേ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ഭാഷ മാറ്റണം. നമ്മുടെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടാവും മിക്കവാറും എന്റെ ഭാഷയും നിങ്ങളുടെ ഭാഷയും തമ്മിലുള്ള ഡിഫറൻസസിന്റെ പേരാണ്. പിന്നെ ഒരു കാര്യം എന്റെ ചെണ്ടായ അതിനോട് കൂടി സ്പെഷ്യലി പറയാണ്, ഞാൻ ചിലപ്പോൾ നിങ്ങളെ മയക്ക് പറഞ്ഞിട്ടുണ്ടാവും, അടിച്ചിട്ടുണ്ടാവും, ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഒക്കെ ആ സ്പിരിറ്റിലൊക്കെ എടുത്തിട്ട് പോയിക്കോളണം. ഗ്രഡ്ജസ് വെക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ പേഴ്സണലി ഞാൻ നിങ്ങളെ കാണുന്നതായിരിക്കും. അടുത്തത് തരാം. അപ്പോ എല്ലാവർക്കും ക്ലാസ് സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ കേസ് ATX വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും കാണാമെന്നുള്ള പ്രതീക്ഷയോട് കൂടി മുറിക്കാൻ എനിക്ക് വിശക്കുന്നു. Happy birthday. ഞാൻ തന്നെ കട്ട് ചെയ്ത് സാർ എല്ലാ ബാച്ചും അങ്ങനെ തന്നെ. എക്സാം മൊട്ടിലും കേക്ക് എന്തെങ്കിലും മുതലാക്കണം. നന്നായിട്ട് പേസ്റ്റ് ഇറങ്ങണം. അത് അല്ല ഒരു ഞാനങ്ങനെ തിന്നുന്നത് നിന്റെ വീഡിയോയിൽ വന്നിട്ടില്ല. ഉറപ്പായിട്ട് വരും. അത് മാത്രമേ വരുള്ളൂ. അത് ഉറപ്പ് വരും. ഇതെന്നിട്ട് ഞാൻ സീഡിൽ മെൻഷൻ ചെയ്യും. അവിടെ നിന്ന് വരണം. അല്ല സാർ സീരിയസ്ലി സാറിനാണ് കറക്റ്റ് ഒരു ഹൃദയം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഫേസിൽ ആ ഒരു ഐശ്വര്യം ഉണ്ട്. ആടാ ഞാൻ മതസൗഹാർദ്ദം നേതൃത്വം നടക്കുന്നതാണ്.
ദക്ഷിണ കുറച്ച് അങ്ങോട്ട് വന്നിരുന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും വീഡിയോയ്ക്ക് ശരിയാവില്ല. പിന്നെ താങ്ക് യു. സുനാമി ഗായ്സ്, അങ്ങനെ നമ്മുടെ ടാക്സിന്റെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് സൈനിങ് ഓഫ്. നീ പറയും നില്ല, എവിടെ പോണ ഹലോ ഗൈസ്, ഓണത്തിനാ എവിടുന്ന് എടുത്താ എവിടെ ഇതാ ഡ്രസ് കാണിച്ചാ കാണിച്ചാ ഇതാ ഇപ്പഴല്ല അപ്പഴേ ഇടുള്ളൂ. അപ്പൊ പിന്നെ കണ്ടാ മതി. കേക്ക് ഒരു ലോഡ് കേക്ക് ഉണ്ടായിരുന്നു 65 ഐസ്ക്രീം വാങ്ങിച്ചു. ഇതാണോ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. നല്ല രസം. ഞാൻ ദോശ ഉണ്ടോ അതിൽ കറി, പക്ഷേ കറിയിൽ ഒഴിച്ചിട്ടുള്ള കറിയാണ്. അത് കുഴപ്പമില്ല. എൻ്റെ ബാഗ് ഒന്നും കറി അത് അപ്പുറം. ആരാ മെസ്സേജ്? ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് എനിക്ക് എൻ്റെ മൈക്ക് വന്നു. മൈക്കിന് അഡാപ്റ്റർ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പം അപ്പം ഞാൻ അത് കാണിച്ചു തരാം. ഗായ്സ്, ഇതാണ് ഞാൻ വാങ്ങിച്ച മൈക്ക്. പക്ഷേ ഒരു ചെറിയ അബദ്ധം പറ്റി. ചെറുതല്ല, അത്യാവശ്യം വലിയ അബദ്ധം. അതായത് ഞാൻ ഇപ്പോൾ മൈക്കിൽ കാണിച്ചു തരാം. അതായത് എൻ്റെത് ലൈറ്റ്നിങ് പോർട്ട് പറഞ്ഞുകൊണ്ട് ഇതാണ് വരുന്നത്. ഇത് വെച്ചാണ് കണക്ട് ചെയ്യാനുള്ളത്. അതായത് C2 ലൈറ്റ്നിങ്, അതായത് ഇത് ഇതിൽ കണക്ട് ചെയ്ത് എൻ്റെ ഫോണിൽ കണക്ട് ചെയ്യണം. അങ്ങനെയാണ് സംഭവം ഇത് കണക്ട് ചെയ്യാനുള്ളത്. പക്ഷേ ഈ സംഭവം വർക്കാവുന്നില്ല. ഈ കിട്ടിയ സംഭവം വർക്കാവുന്നില്ല. അപ്പം ഞാൻ ഈ തകരപ്പറമ്പിലുള്ള കടകളിലൊക്കെ പോയി നോക്കി. പക്ഷേ ഇത് മാത്രമായിട്ടുള്ളതുണ്ട്. പക്ഷെ അത് ചാർജ് കയറാൻ വേണ്ടിയുള്ളതാണുള്ളത്. ഇത് ചാർജിങ് പോർട്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഈ മൈക്കിന് ഹെഡ്സെറ്റ് വേണ്ടി സെപ്പറേറ്റ് ഉണ്ട്. പക്ഷെ അത് മൈക്ക് വാങ്ങണമെങ്കിൽ അതിൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇല്ല. അപ്പം ഇത് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്, റിട്ടേൺ ചെയ്തിട്ട് നോക്കാൻ പറ്റുന്നു. പക്ഷെ മൈക്ക് കുഴപ്പമില്ല, ഭയങ്കര ക്ലാരിറ്റി ഒന്നും കിട്ടുന്നു. പക്ഷെ പറയുന്ന വോയിസിൻ്റെ സംഭവമൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട് എന്ന് നോക്കാം. ഞാൻ ഇത് റിട്ടേൺ ചെയ്തിട്ട് നാളെ ഇന്ന് സംഭവം ഞാൻ ഇത് റിട്ടേൺ കൊടുത്തതാണ്. പക്ഷെ ഇന്ന് എന്തായാലും ഈ സംഭവം ഇവിടെ കിട്ടുമെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചു. കിട്ടുമെങ്കിൽ മാറ്റി വാങ്ങിച്ചാൽ മതി. അപ്പം ഈ റിട്ടേൺ ചെയ്ത് ഇനി വരുമ്പോൾ തന്നെ ഒരാഴ്ച എടുക്കും. ഒരാഴ്ച ഭയങ്കര അതുവരെ വെയിറ്റ് എടുക്കണം. വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പം അതാണ് നോക്കിയത്. എന്തായാലും റിട്ടേൺ ചെയ്തിട്ട് ഈ സംഭവമായിട്ട് മാത്രം മാറ്റി കിട്ടുമെന്ന് നോക്കാം. മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം. ഇത്രയാണ് സംഭവം ഇതിൻ്റെ കൂടെ വരുന്നത്.